ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിത്യ വിശ്വജിത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ട്രിപ്പിന് പോകുവാണ്. മലരിക്കൽ അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പ് പോയിൻ്റ് കൊടുക്കണേ. എന്തായാലും കൊടുക്കാൻ മറക്കരുതേ. എല്ലാവരും അത് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അമ്മണീനെ റെഡിയാക്കി കൊണ്ടിരിക്കുവാണ്. പുള്ളിക്കാരിയുടെ പേഴ്സണൽ ബ്യൂട്ടീഷ്യൻ ഞാനാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനാണ് അവളെ ഒരുക്കുന്നത്. അപ്പോൾ മാമൻ വാങ്ങിച്ചു കൊടുത്ത പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. അവൾക്ക് ആ കോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഊരി കളയുന്നുണ്ടായിരുന്നേ. ഞങ്ങളവിടെ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് ഫുഡ് വാരി തരുന്നുണ്ടായിരുന്നേ. നാത്തൂൻ അവളെ വീട്ടിലാണ്. അവളപ്പോൾ പറ്റിയും കിടക്കുകയൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് വരും. കുഞ്ഞിനെ രാവിലെ ഇങ്ങ് തന്നായിരുന്നു അവളെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അവളെ ഉടുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് കാറിൽ കയറിയിട്ട് കണ്ണെഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചേ. കാരണം അല്ലാത്തപ്പോൾ അവൾ എന്തായാലും തെറ്റിക്കും, മൂടില്ലെങ്കിൽ. അപ്പോൾ കാറിൽ കയറുമ്പോൾ കാറ്റടിക്കുമ്പോൾ എന്തായാലും അവൾ ഉറങ്ങുകയും ചെയ്യും. അന്നേരം എഴുതി കൊടുക്കാമെന്നങ്ങ് വിചാരിച്ച് എനിക്കിങ്ങനെ ഉമ്മ തരുന്ന അവൾ നോക്കിയിരിക്കുകയാണ്. കുഞ്ഞിന് നാണം വരുവാണ്. അങ്ങനെ എൻ്റെ നാത്തൂൻ വന്നു. ഏട്ടൻ്റെ മടിയിൽ അവൾക്ക് ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാറിൽ പോകുമ്പോൾ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവൾ ഉറങ്ങും. ഉറക്കം തൂങ്ങിയിരിക്കുവാണ്. ഞങ്ങൾ നീണ്ട യാത്ര തിരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മണിങ്ങ് പിറകിൽ വന്നായിരുന്നേ ഉറങ്ങിയിട്ട്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പോകുമ്പോഴും മഴയുണ്ടായിരുന്നു. മഴ പിടിച്ചൊരു ദിവസമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പറയാം. എൻ്റെ ഒരാൾ പുറകിൽ ഉറങ്ങി വന്ന സമയത്ത് എണീച്ചായിരുന്നേ. അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എറണാകുളത്താണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങളെ കാണാൻ വന്നതാണ്. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് കണ്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഇതാണ് സിയോണ ചേച്ചിയെ. പിന്നെ പുള്ളിക്കാരി അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ച് വണ്ടി കയറി കുറച്ച് ദൂരം പോയപ്പോൾ അമ്മി എന്തായാലും ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ആ സമയം നോക്കി ഞാൻ കരി എഴുതുവാണ്. കാറ് ഓടിക്കൊണ്ടിരുന്ന സമയത്തും കരുණ എഴുതാമെന്ന് ഞാൻ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ പിന്നെ നല്ല സുന്ദരിയാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം പൗഡർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവൾ തിരുമുമ്പോൾ ഫുള്ളും പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. പിന്നെ ഒരു മണിക്കൂറിനകത്ത് ഞങ്ങൾ മലരിക്കൽ എത്തിയിട്ടുണ്ട്. ഹലോ, ആ ഉടുപ്പ് നേരെ ഇട്ടോട്. അങ്ങനല്ല, മടക്കി വെച്ചോട്. ഓക്കെ ഓക്കെ. ഹായ് ചിറ്റേ. നല്ല തിരക്കുണ്ടായിരുന്നേ അവിടെ ചെന്നപ്പോൾ. ഞങ്ങൾ പിന്നെ ബോട്ടിൽ കയറി. ഓരോരുത്തരിങ്ങനെ ബോട്ടിൽ കയറാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ഒരു വളവ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ പിന്നെ ഒരു ബോട്ടിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് പോയായിരുന്നു. അങ്ങ് അറ്റത്ത് ഒരു കൃഷി പോലെ കിടപ്പുണ്ട്. അങ്ങ് പോകാനായിട്ട് 1000 രൂപയും ഇവിടെ ആളൊന്നിന് 100 രൂപ. അടുത്ത് വെച്ചിട്ട് പോകാനായിട്ട് ആളൊന്നിന് 100 രൂപയാണ് വാങ്ങുന്നത്. ഞാൻ പിന്നെ അമ്പലിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര പാടാണ് കേട്ടോ, ഇങ്ങനെ വലിക്കാനായിട്ട്. അങ്ങ് താഴെ ഇരിക്കുമല്ലായിരുന്നോ. പിന്നെ നമ്മുടെ അമ്മണി ആസ് യൂഷ്വൽ സ്ഥലത്തെത്തുമ്പോൾ ഉറക്കം എണീച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ മഴയായിരുന്നു. ഞങ്ങൾ ബോട്ടിലോട്ട് കയറി അങ്ങോട്ട് പോയപ്പോഴേക്കും ഒടുക്കത്തെ വെയിലായിരുന്നു ഗൈസ്. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1-2 ആമ്പലൊക്കെ പറിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഫീൽ, എന്നൊരു
പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അവൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ പൂ പിച്ചുന്നതിലാണ് പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ഫുൾ വ്ളോഗ് എനിക്ക് എടുത്തത് എൻ്റെ കെട്ടിയോനാണ്. കെട്ടിയോൻ്റെ വീഡിയോഗ്രാഫി സ്കില്ലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലുവിന് നാച്ചുറലായിട്ട് ബ്ലഷ് ഒക്കെ വന്നു. വെയിലുണ്ടാകണം. Hey ducks. ഗൈസ് ഞങ്ങൾ മലരിക്കുന്നു പോവാണ് ഗൈസ്. ഞങ്ങൾ പിന്നെ പോയിട്ട് തിരിച്ച് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കറക്റ്റായിട്ട് മഴയും പെയ്തായിരുന്നു. അതുവരെ വെയിലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പം മഴ പൊടിയാൻ തുടങ്ങി. പിന്നെ കുഞ്ഞിന് മാത്രം കുട പിടിച്ചിട്ട് ഞങ്ങൾ കാറിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. ഇത് 2 കായലിൻ്റെ നടുക്കൂടുള്ളൊരു ബണ്ടാണ്. ഒന്ന് ഉപ്പ് വെള്ളം, ഒന്ന് നല്ല ശുദ്ധമായ വെള്ളമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴയൊക്കെ കൊണ്ടിട്ട് ഒരു കട്ടനും പിന്നെ കോളിഫ്ലവറും കഴിച്ചായിരുന്നു. അമ്മണി നല്ല ഉറക്കത്തിലാണ്, തണുപ്പ് പിടിച്ചിട്ട് സുഖ ഉറക്കത്തിലാണ്. അളിയൻ കട്ടൻ കുടിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്കും കട്ടൻ കുടിക്കാൻ ഒരു മോഹം. അങ്ങനെ ഞാനും അളിയനും ഒരു കട്ടനൊക്കെ കുടിച്ച് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. എനിക്കിഷ്ടമുള്ള സാധനമാണ്, ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ഫ്രൈ. പിന്നെ മഴയൊന്ന് താന്നപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് കായൽ കാണാനായിട്ട്. നല്ല കാറ്റൊക്കെ ആയിരുന്നേ. അപ്പോഴേക്കും അമ്മണി ഉറക്കം എണീച്ചിട്ടുണ്ട്. ഐസ്ക്രീം അവളെ വീക്ക്നെസ്സാണ്. ഐസ്ക്രീം വണ്ടി കൊണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം ഒരു പനി കഴിഞ്ഞിട്ടിരിക്കുവാണ്. നടക്കൂല. അങ്ങനെ തരികയുണ്ടല്ലേ. ഞങ്ങളപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിന് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ്, കാരണം രണ്ടും കൂടി നല്ല ലോങ് ആയിട്ടുണ്ട്. വെറുതെ എന്തിനാണ് ബോറടിപ്പിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത പാർട്ടായിട്ട് വരാവേ.